യെശയ്യാവ് 1:2. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. മാതാപിതാക്കൾക്ക് മക്കളെ വളർത്തുന്നതിൽ ഒരു സമർപ്പണവും അല്പം കഷ്ടതയും വിഷമങ്ങളുമൊക്കെ സഹിക്കേണ്ടതായി വരാറുണ്ട്. എത്ര സാമ്പത്തികമുള്ളവരാണെങ്കിലും എത്ര സമ്പന്നതയുണ്ടെന്ന് പറഞ്ഞാലും മാതാവ് പിതാവ് എന്ന ചിന്തയുള്ളവർ ആണെങ്കിൽ തീർച്ചയായും അവർ കഷ്ടതയിൽ കൂടി കടന്നു പോകേണ്ടി വരും. ഉറക്കിളപ്പ്, അനാരോഗ്യം, മാനസിക പ്രയാസങ്ങളൊക്കെ അവർ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരും. എന്നാൽ മക്കൾ വളർന്ന് പക്വതയുള്ളവരായി അനുഗ്രഹിക്കപ്പെട്ട് കർത്താവിൽ വളരുകയും ജീവിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷിക്കുകയും നാം ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യും. എന്നാൽ സർവശക്തനായ ദൈവം പറയുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിച്ചിരിക്കുന്നു എന്ന്. ഇത് ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും അത് ഇന്നും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആവർത്തനം 1:31 ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നാം വായിക്കുന്നു. 29:4 ഞാൻ 40 സംവത്സരം നിങ്ങളെ മരുഭൂമിയിൽ നടത്തി, നിങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചിട്ടില്ല, കാലിലെ ചെരുപ്പ് പഴകിയിട്ടുമില്ല എന്ന് നാം വായിക്കുന്നു. അപ്രകാരം അത്യത്ഭുതകരമായി ദൈവം ആ ജനത്തെ നടത്തി. എന്നിട്ടും അവർ പല അവസരങ്ങളിലും ദൈവത്തോട് മത്സരിച്ചു, പിറുപിറുത്തു. ദൈവം നിയമിച്ചാക്കിയ ദൈവപുരുഷന്മാരോട് മത്സരിക്കുകയും എതിർത്തു നിൽക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ കോപം പലപ്പോഴും അവരുടെ നേരെ ജ്വലിച്ചിട്ടും അവർ അത് തുടർന്നു. ഇന്നും ദൈവജനം ഇതുതന്നെ തുടരുന്നു. ദൈവം പോറ്റി നടത്തിയതൊക്കെ മറന്ന് ദൈവത്തിൻ്റെ കോപത്തിന് ഇടം കൊടുക്കുന്നത് പോലെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ് ജനം. അനുസരണ, സ്നേഹം, കീഴ്പ്പടിയിൽ, സമർപ്പണം ഒന്നുമില്ലാതെ ഒരു ക്രിസ്തീയ ജീവിതമാണ് നാം നയിക്കുന്നതെങ്കിൽ ഇസ്രായേൽ ജനത്തെക്കാളും ഒട്ടും വ്യത്യസ്തരല്ല നമ്മളെന്ന് പറയേണ്ടിയിരിക്കുന്നു. എസെക്കിയേൽ 2:7 അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എൻ്റെ വചനത്തെ അവരോട് പ്രസ്താവിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. കേൾക്കണോ അനുസരിക്കണോ എന്നത് നമ്മുടെ തീരുമാനമാണ്. വചനം കേട്ടിട്ട് യേശുവിലൂടെയുള്ള രക്ഷയ്ക്കായി ഹൃദയം കൊടുക്കാത്തവർ, സ്നാനമെന്നത് അനുസരിക്കാത്തവർ, ദൈവവഴിയിൽ സഞ്ചരിക്കാത്തവർ, ഇവരോടൊക്കെ ദൈവം ഒരു മടങ്ങിവരവിനായി പറയുന്നു. 2 തെസ്സലോനിക്കർ 2:3 ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത് എന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. ചതിക്കുന്ന വഞ്ചകന്മാർ, ഇരുട്ടിൻ്റെ ശക്തികൾ സദാ നമ്മെ തകർക്കാൻ നോക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, ആ ചിറകൻ മറവിലേക്ക് മറയാം. ഹെബ്രായർ 1:15 പറയുന്നത് പോലെ ഹൃദയങ്ങളെ കഠിനമാക്കാതെ നമുക്ക് ആയിരിക്കാം. മത്സരവും പിറുപിറുപ്പും കുറ്റപ്പെടുത്തലും മാറ്റി നമുക്ക് ദൈവകരങ്ങളിൽ താഴ്ന്നിരിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയെ അനുസരിച്ച് സ്നേഹിച്ച് കീഴ്പ്പെട്ടിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.